ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നൊരു ദിവസം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോൾ നല്ലോണം ഒതുക്കിയിട്ടാകാണ്. ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ കണ്ടു കുട്ടികൾ എണീറ്റേൻ്റെ ഒരു ലക്ഷണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ഇത്തിരി നേരത്തെ എണീറ്റു. അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ പോണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 8:30 ആകുമ്പോഴാണ് ഞാൻ എല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്ന് അങ്ങോട്ട് വരിക. അപ്പോഴേക്കും ഇവിടെ പിള്ളേർ കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പിള്ളേർസ് ഇറങ്ങണ സമയമാകുമ്പോഴേക്കാണ് ഞാൻ എല്ലാം കഴിഞ്ഞ് എത്താറ് കേട്ടോ. കാരണം എല്ലാവരും കൂടി അടുക്കളയിൽ കിടന്നിട്ട് മറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്താണ് റൂം ഒതുക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആ സമയത്താണ് കേട്ടോ. രാവിലെ എല്ലാ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ എണീക്കലോട് കൂടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഇന്ന് നേരത്തോടെ എണീറ്റ് വന്നപ്പോൾ പിള്ളേർക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷം. മമ്മി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാക്കോച്ചനാണ് കേട്ടോ മെയിനായിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്ന ആൾ. അപ്പോൾ അവന് ഞാൻ കാണാൻ വേണ്ടി വണ്ടി ഓടിക്കണം. അപ്പോൾ അന്ന് വണ്ടി ഓടിച്ച് ബഹളം വയ്ക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു മൂന്നാൾക്കും കൂടെ. അപ്പോൾ ഈ സമയമാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം വെയിലും ഇല്ല, കുട്ടികൾക്കാണെങ്കിൽ കളിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇന്ന് 3 പേരും നേരത്തോടെ എണീറ്റ്. മറ്റേത് ചാക്കോച്ചനാണ് ഫസ്റ്റ് എണീക്കുക. ഇവർ ചില സമയത്ത് പോണതിൻ്റെ തൊട്ട് മുമ്പ് എണീക്കാറ്. പക്ഷേ ഇന്ന് 3 പേരും എണീറ്റ് നല്ല മേളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അവരുടെ കളി കണ്ട് കുറേ നേരം ഇരുന്നു. അപ്പോൾ ഡാഡി ഉണ്ടായിരുന്നു, ഡോണും ഉണ്ടായിരുന്നു. കുട്ടികൾ 2 പേരും കിച്ചണിലായിരുന്നു കുട്ടികളെ വിടേണ്ട ഒരു തിരക്കിന്. അങ്ങനെ ഞങ്ങൾ 3 ആളും ഇങ്ങനെ കുറേ നേരം. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയുക, പഴയ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യങ്ങളും ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ഞങ്ങൾ പറയുക ഇങ്ങനെയുള്ള സമയത്താണ് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരെ ഓരോരുത്തരായിട്ട് വിളിച്ച് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പേർക്കും പ്ലേ സ്കൂളിലേക്ക് പോകണമല്ലോ. അപ്പോൾ ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് ശരിക്കും ഇവരുടെ കൂടെ തുഴഞ്ഞെത്താൻ പറ്റണില്ല. എന്നാലും അവൻ എന്താ പറയുക മാക്സിമം ഭംഗിയിൽ ഞാൻ കാണണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഡാഡി ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഡാഡിന്ന് വിളിച്ചിട്ടുള്ള കളിയും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നാളെ കമൻസോ ടേൺ ഓഫ് ആവും. കാരണം നിങ്ങൾ കുറേ പേര് വിചാരിച്ചിട്ടുണ്ട് ഞാനാണത് ഓഫ് ചെയ്തിടണേന്ന്. നമ്മൾ ചെയ്യണതല്ല. കുട്ടികളുടേതായ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ അത് യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അവർ ഓഫ് ചെയ്തിടുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മളായിട്ട് ഒന്നും ചെയ്യണതല്ല. കുട്ടികളുടെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ അവർ ചില സമയത്ത് ഓഫ് ചെയ്യണതാണ് കേട്ടോ. അങ്ങനെ ഞാൻ നടയിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും ഞാനതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും ഇവരുടെ പിള്ളേർസിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നൂലപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നൂലപ്പം എപ്പോഴും ഡിവൈനാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പറയായിരുന്നു നൂലപ്പത്തിൻ്റെ മാവ് പോരാ മമ്മി, കാരണം ഞാൻ പതിവിൽ വിട്ട് വേറൊരു പുതിയ ബ്രാൻഡാണ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോരാ എന്ന് പറയായിരുന്നു. അങ്ങനെ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് മാതാവിനുള്ള മെഴുകുതിരി. അപ്പോൾ ഇത് മറ്റേ ഫ്രാഗ്രൻസ് നല്ല മണമുള്ള മെഴുകുതിരി കേട്ടോ. അപ്പോൾ അത് കത്തിച്ച സംഭവം ഒരു നന്മ നിറഞ്ഞു പറയുമ്പോൾ ചിലയുടെ സമയം വരെ അത് കത്തിക്കുള്ളൂ. പക്ഷെ നല്ല മണം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വരുമ്പോഴേക്ക് കുട്ടികളെയൊക്കെ ഇതൊക്കെ കയറ്റി ഇനി പോയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറി വരണം. അപ്പോൾ രാവിലത്തെ കളിയുടെ സെക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് പാച്ചുവിൻ്റെ കാല് തള്ളവരിൽ എവിടെയോ തട്ടിയിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഡോണങ്കോട് കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് അവനൊരു കൊഞ്ചലുണ്ട്. അപ്പോൾ ഇന്ന് ഡോണങ്കോടുള്ള കൊഞ്ചലാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഡ്രസ്സ് മാറാൻ പോയി. ആ സമയത്ത് ഞാൻ പതുക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ ഓർഡേഴ്സും കാര്യങ്ങളും രാവിലെ തന്നെ എടുത്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അതനുസരിച്ച് ആണ് ഓർഡേഴ്സും കാര്യങ്ങളും വരിക. ഇതിപ്പോൾ ഇന്ന് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ ഇട്ട് വന്നപ്പോഴേക്കും സ്റ്റാറ്റസ് കണ്ട് കുറച്ച് അങ്ങോട്ട് സോൾഡ് ഔട്ട് ആയിപ്പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഞാൻ ഈ രാത്രിയിലാണ് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് പോയ സാധനങ്ങൾ ഞാൻ വെറുതെ ഇട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചിട്ട് ഇല്ല എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളതാണ്. പലതരം സ്റ്റോൺസാണ് കണ്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സിമ്പിളായിട്ട് കഴുത്തേക്ക് എടുക്കുമ്പോൾ ഇതിപ്പോൾ പട്ടുസാരിയുടെ കൂടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്രയും ഭംഗിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു നെക്ലസ്സാണിത്. അങ്ങനെ ഇതൊക്കെ ഞാൻ വീഡിയോസും ഫോട്ടോസും എടുത്തു. അപ്പോൾ ഇന്ന് ഡ്രീം കളക്ഷൻസിൽ ഡിംപിളാണ് കേട്ടോ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 3-4 ദിവസത്തെ ഒരുമിച്ചുള്ളത് എഡിറ്റ് ചെയ്തിട്ടു ഡ്രീം കളക്ഷൻസിൽ. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനും ഷെഡ്യൂൾ ചെയ്യാനും മറന്നുപോയി. കുറേ ദിവസം ഞാൻ കൃത്യമായിട്ട് എനിക്ക് തോന്നി 20 ദിവസം ഞാൻ മുടങ്ങാണ്ട് കൃത്യമായിട്ട് ഇട്ടു. പക്ഷേ പിന്നെ അങ്ങോട്ട് എന്താ പറയുക മറ്റു മഴ വരെയും നമ്മൾ അതിരപ്പള്ളിയിലൊക്കെ പോയില്ലേ, അതോടുകൂടി എൻ്റെ ഓർഡർ മൊത്തം തെറ്റിയിട്ടാണ്. എന്നാൽ 20 ദിവസം ഇടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡ്രീം കളക്ഷൻസ് എന്നുള്ള നമ്മളുടെ ചാനൽ കാണാം.
അപ്പോൾ ഡ്രീം വെച്ചിട്ട് കണ്ടമാനം സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടേത് ഡ്രീം കളക്ഷൻസ് ആണ്. പിന്നെ അതിൽ എൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കാണുന്നവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, കാണുന്നവർക്ക്. അപ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞാൽ ഓരോ വീഡിയോസിലും ഓരോ തരം മാലകളും കാര്യങ്ങളാണ്, മാല, വള, കമ്മൽ, അങ്ങനെ ഓരോ സെക്ഷനായിട്ടിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ടാലും അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇന്നലെ ഇട്ടത് മിനിഞ്ഞാന്ന് ഇട്ടതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല തരം മാലയാണ് കേട്ടോ. കൊച്ചു ലോക്കറ്റും. ഇത് ശരിക്കും 6 പിടി അല്ല, ശരിക്കും 8 പിടി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു മാലയുടെ കൂടെ രണ്ടാമതൊരു മാല നമ്മളിടില്ലേ, അങ്ങനെ ഇടാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്ന ഒരു മാലയാണ്. താഴെ ഒരു ലോക്കറ്റും ഇടയിൽ ഓരോ കല്ലും, വേറെ ഒന്നുമില്ല. ബാക്കിലേക്ക് ചെയിനായിട്ട് നല്ലൊരു മാലയാട്ടോ. ഇതൊക്കെ നമ്മൾ ലോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിടുന്ന മാലകളുണ്ടല്ലോ, അതിൽ പെട്ടതാണ്. അങ്ങനെ എന്താ പറയുക, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഈ ഷോർട്ട് ചെയിൻസിൽ കേട്ടോ. അങ്ങനെ ചേട്ടന്മാരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ചാക്കോച്ചൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ വന്ന്, ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് മുടിയൊക്കെ കെട്ടിയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ആ മുടി കെട്ടാൻ പോയ സമയത്ത് ഒരുത്തർ കണ്ണെഴുതി പൊട്ടിടണമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് വന്നത്. അപ്പോൾ തോമു ഫസ്റ്റ് ഹാജരായി, കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറയും, തോമുവിന് ഈ സമയത്താണ് ഇങ്ങനെ മുടിയിൽ കാണാൻ പറ്റുള്ളൂ, അല്ലാത്തപ്പോൾ ഒക്കെ നമ്മളുടെ മറ്റേ മഷ്റൂം സ്റ്റൈലിൽ നമ്മൾ കാണുള്ളൂ. അങ്ങനെ ചാക്കോച്ചൻ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ വേറൊരു ചായ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ കണ്ണൊക്കെ എഴുതി, ഞാൻ കണ്ണൊക്കെ എഴുതിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ. അങ്ങനെ പാച്ചു എണീറ്റു. പാച്ചും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അവർ ഒരാൾ വാച്ച് കിട്ടിയപ്പോൾ അടുത്ത ആൾക്ക് വാച്ച് കെട്ടണം. പിന്നെ ചാക്കോച്ചന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കൈകൊണ്ട് കാണിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് എടുക്കുക, എല്ലാ വർത്താനം പറയും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശ്രദ്ധയൊന്നും മാറ്റിയപ്പോൾ അവനത് മറന്നു പോയിട്ട്, അങ്ങനെ ഇന്ന സാധനത്തിന് വാശി പിടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ചേട്ടന്മാർക്ക് ടാറ്റ കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒരു വാശിയോ കാര്യങ്ങളോ ഒന്നും അവൻ ചെയ്യാറില്ല. മുമ്പെങ്ങനെയാ വെച്ചാൽ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഇവിടുന്ന് ഗേറ്റ് വരെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് എടുക്കുമായിരുന്നു. ഇപ്പോൾ ആ ശീലവും വേണ്ടാന്ന് പറഞ്ഞിട്ട്, കാരണം ആരാണ് ആ സമയത്ത് പോകാമെന്ന് വെച്ചാൽ അവിടെ വരെ ഇപ്പം നല്ല വെയിലാണ്, പിന്നെ അവിടുന്ന് കുട്ടിയെ വെയിലത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ തന്നെ ആ ശീലം അങ്ങോട്ട് മാറ്റിയിട്ടോ. അങ്ങനെ അവരെല്ലാവരും പോയതിന് ശേഷം അപ്പോൾ പിള്ളേരുകളും ഡാഡി ഡോൺ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു, മറ്റേ മാലകളുടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ സാധാരണ നിങ്ങൾക്കറിയാലോ, നൂലപ്പം കഴിക്കുമ്പോൾ കുറച്ച് പാലും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് സ്റ്റൂ ഇട്ടിട്ട് കഴിക്കും. ഇന്നത്തെ സ്റ്റൂ സൂപ്പറായിരുന്നു. ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞു, നല്ല സ്റ്റൂ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്, നല്ല ചൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലത്തെ ഒരു തിക്കും തിരക്കും കഴിഞ്ഞപ്പോൾ ഇന്നൊരു ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ ഒപ്പം ഇരുന്ന് തുടങ്ങിയപ്പോൾ 2 പേരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും എൻ്റെ ഫോണിലേക്കല്ലേ വരിക. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ല, നമ്മളത് ചെയ്യണമല്ലോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 3 പേരും ഒന്ന് ഫ്രീ ആയപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് മൊത്തം ഒന്ന് എന്താ പറയുക, വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് പറഞ്ഞു. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും ഡിമ്പിളും, അതായത് കുട്ടികളുടെ കല്യാണത്തിന് മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആഴ്ചയിൽ വാക്വം ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെക്കും. നമുക്കന്ന് വേറെ പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളും ചെയ്യാനുണ്ടാവും, കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ക്ലീനിങ് നടക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാവരും കൂടി നിന്ന് അതങ്ങോട്ട് ചെയ്യാം. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ ക്ലീനിങ്ങോ മറ്റേ ക്ലീനിങ്ങോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഓരോ സാധനങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ വെക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. കാരണം നടയിലുള്ള ചെടികളൊക്കെ വലുതായി, അപ്പോൾ ആകെ ഒന്ന് ഒരു മാറ്റലും മറക്കലും, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളുടെ അന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്ന ചെടിയുണ്ടല്ലോ, ആ ചെടിയുടെ ചട്ടിയാണ്. അപ്പോൾ ഇന്നാണ് ഞാനത് മുഴുവൻ എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനതുകൊണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡാഡിയാണ് അത് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിക്കും സിമൻ്റ് ഇട്ട പോലെയാണ് അതിൻ്റെ അകത്ത് മണ്ണ് കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊക്കോ ബിറ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വേഗം അതിലേക്ക് ഡിവൈനാണ് ഫുൾ കാര്യങ്ങൾ ചെയ്തത്. വേറൊരു ഗ്ലാസ് ഒരു കുപ്പി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇറക്കി വെച്ച് നല്ല ഭംഗിയിൽ ചെയ്തു കേട്ടോ. ഇപ്പോൾ ഡിവൈനാണ് ചെടികളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ചെടി സെറ്റാക്കി. അപ്പോൾ ഇനി എവിടെ വെക്കണം, എന്ത് വെക്കണം എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു. അപ്പോൾ ഓരോ വശത്ത് ഇന്നത് വെച്ച്, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു ബാമ്പൂവിൻ്റെ ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഓൺലൈനിൽ നിന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അതൊരു വശത്ത് വെച്ചു. അത് ഇത്തിരി ഉയരം കൂടുതലാണ്, അപ്പോൾ ഇത്തിരി പ്ലെയിൻ ചുമരുമ ആയാലും അത് ഭംഗിൻ്റെ ഉള്ളൂ. അപ്പോൾ അത് അവിടെ വെച്ചു. ഇനി ഈ 2 ചട്ടിയിലേക്കുള്ള ചെടികൾ വേണം. അപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തതാണ് ഇന്ന് പോയിട്ട് കുറച്ച് ചെടി വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആർട്ടിഫിഷ്യൽ ചെടികളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ അത് തീരുമാനമാവണതിൻ്റെ മുമ്പായിട്ട് ഇതേ പിള്ളേർസ് കഴിഞ്ഞപ്പോൾ അവരുടെ കളിയും ബഹളവും കാര്യങ്ങളും വീണ്ടും തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 2-3 മണിക്കൂർ ഒരു ഇൻ്റർവെൽ കിട്ടാറുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഇവരൊക്കെ എത്തുമ്പോൾ ബഹളം വീണ്ടും തുടങ്ങി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ കംപ്ലീറ്റ് വലിച്ച് വരി കിടക്കായിരുന്നു. ഞങ്ങൾ തലേ ദിവസം ഇന്നലെ കറികളും കാര്യങ്ങളൊക്കെ വെച്ച കാരണം പ്രത്യേകിച്ച് കിച്ചണിൽ പണിയുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെയും മിക്കവാറും അതുപോലെയൊക്കെ തന്നെയാവും കേട്ടോ ഞങ്ങൾ. എന്നാലും നമുക്ക് കുറച്ച് സമയം കുട്ടികളില്ലാത്തപ്പോൾ നമുക്ക് കിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. കുട്ടികളുള്ളപ്പോൾ നമ്മൾ ശരിയാവില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് 2 മണിക്കൂർ കൊണ്ട് പോലും ചെയ്ത് തീർക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊന്ന് വീണ് പൊട്ടി ഇതൊന്ന് വലിച്ച് കുട്ടികളൊന്ന് അങ്ങോട്ട് വെച്ച്, അറിയാമല്ലോ കുട്ടികളുള്ള വീട്, അപ്പോൾ അങ്ങനെ നടക്കില്ല. അപ്പോൾ അത് കാരണം കുട്ടികളൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഡോൺ വന്ന് പോയി. ഡോണാണ് ഇന്ന് കുട്ടികളെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തൊരു സെക്ഷൻ മാലകൾ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ നിന്നു. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ തീരെ കനലില്ല. നമ്മുടെ ഇളക്കത്താലിക്കില്ലേ ആ മാതിരി കനലില്ലാത്തതാണ്. ഇതും ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. കോളേജിൽ പോകുന്ന കുട്ടികൾക്കായാലും പട്ടുപാവടയ്ക്കായാലും ഒക്കെ ഇടാവുന്ന ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പോയി, എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ സ്റ്റാറ്റസ് ഇട്ട കാരണം കണ്ടമാനം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെയുള്ളത് മാത്രം ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഉണ്ട് കണ്ടമാനം പാറ്റേണുകളുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 12-13 പാറ്റേൺ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള മാല കേട്ടോ, നേരിയ മാലയുമ്പോൾ പേസ്റ്റൽ ഗ്രീൻ മുത്താണ്. ഇതന്നെ നമുക്ക് സ്റ്റഡ് വരുന്നുണ്ട്, വള വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് മറ്റേ ബേബി പിങ്കാണ്, പേസ്റ്റൽ പിങ്ക്. അപ്പോൾ അത് ഡബിൾ ലെയറായിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ആ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് ചാക്കോച്ചൻ ഇതുവരെ 3 പേരും മുറ്റത്ത് നിന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ ബോഡിയും തലയൊക്കെ ഒന്ന് നോക്കി വയർത്തിട്ട് മുടി വെട്ടാനായിട്ട് യാതൊരു നിലയ്ക്കും പറ്റണില്ല. അപ്പോൾ ഡിവൈൻ പറയേണ്ടി ഇനി മൊട്ടടിക്കുക, അതാകുമ്പോൾ പിന്നെ ഭംഗി നോക്കി വെട്ടണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ മൊട്ടടിക്കണ്ട, വെറുതെ ഒന്ന് ട്രിം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു നിലയ്ക്കും ചാക്കോച്ചൻ ഇരിക്കണില്ല. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തല കാണുമ്പോൾ ഭയങ്കര വിഷമം, വിയർപ്പുണ്ട്. അങ്ങനെ ചാക്കോച്ചനും പാച്ചും തോമും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അടുക്കള ഒതുക്കാൻ നിന്നപ്പോൾ ഒരുവിധം പാത്രങ്ങളൊക്കെ കുട്ടികളായിട്ട് തന്നെ ഒതുക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ ഒരു മേൽനോട്ടം അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് നമ്മുടെ ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറേയൊക്കെ ഇവിടെ പരിയപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. കാരണം ഇനിയിപ്പോൾ അവിടെ പുതിയ സംഭവങ്ങൾ വെക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ പുതിയ ചെടികൾ വെക്കണം. അത് എന്താ പറയുക, രണ്ടാമത് ഒന്ന് പറിച്ച് നടണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഡാഡി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ ഉച്ചത്തെ ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡിംപിൾ അവിടെ പാച്ചുവിനെ കുളിപ്പിക്കലും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വോയിസ് ഓവർ കൊടുക്കുകയായിരുന്നു അവിടെ ഡ്രീം കളക്ഷൻസിൻ്റെ അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളായിട്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, എന്നെ കാത്തിക്കണ്ട, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് തരാം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വോയിസ് ഓവർ കൊടുത്ത് 2 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് അതിങ്ങനെ പറ്റിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. കുറേ ദിവസമായിട്ട് ചെയ്യാത്ത കാരണം ഞാനത് അങ്ങോട്ട് മറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു 5 മണിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നാളെ തൊട്ട് വീണ്ടും 2 മണിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് കണ്ടാലും വിരോധമൊന്നുമില്ല. ഇന്ന സമയത്ത് നിങ്ങൾ വേഗം വന്ന് കാണണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് നടത്തറ സെൻറ്ററിലെത്തി. ഭയങ്കര തിരക്കാട്ടോ. ഇപ്പോൾ നടത്തറ സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ സിഗ്നലിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൗണിലുള്ളേക്കാളും തിരക്കാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പം നടത്തറ സെൻറ്റർ കാണുമ്പോൾ കേട്ടോ. ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നടത്തറ തൊട്ട് നമ്മളുടെ പൂച്ചട്ടി വരെ എത്തുമ്പോഴേക്കും എല്ലതും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാരുണ്യ ഹോസ്പിറ്റലിൽ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ പല്ലിൻ്റെ ഉണ്ട്, പിന്നെ എന്താ പറയുക, എല്ലാ ഡോക്ടേഴ്സും ഇതിൻ്റെ ഇടയിലുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ഞങ്ങൾ വരുന്ന സമയത്തൊന്നും ഇത്രയ്ക്ക് ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഒന്നിനും പോകണ്ട, ഒക്കെ ഈ ഇട്ടാവട്ടത്തുണ്ട് എന്ന് പറയില്ലേ,
അങ്ങനെ ഞങ്ങളിതേ അമ്മയുടെ അതിലെയാണ് പോണത്. നെല്ലികുന്ന് പള്ളിയുടെ മുമ്പിൽ കൂടെയാണ് നമ്മളുടെ സ്ഥിരം യാത്ര, അതാണല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മിഷൻ ഹോസ്പിറ്റലിൽ, അപ്പോൾ കുറേ കുട്ടികൾ മിഷൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കട്ടെ, ആൻറ്റി ഞങ്ങളിതേ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, ആൻറ്റിയുടെ വീട് ഇവിടെ അടുത്താലേന്ന്. അപ്പോൾ ഞാൻ പറയാം അടുത്തല്ല, പക്ഷേ ഞാൻ എല്ലാ വീഡിയോസിലും മിഷൻ ഹോസ്പിറ്റലിൽ കാണിക്കും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചെടി വാങ്ങിക്കാനാണ് ഇറങ്ങിയെന്ന്. നമ്മളുടെ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, നമ്മളുടെ തീമ്പള്ളിയുടെ അവിടുത്തെ ഹൈ റോഡിലെ കാർ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ചെടിയുടെ കടയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അവിടെ ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2-3 സംഭവങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ട് നമുക്ക് ഏകദേശം വില അറിയാം ഇത്രയാണെന്നുള്ളത്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ അടുത്തൊരു ഷോപ്പിലേക്ക് പോയി. പക്ഷേ എന്താ പറയുക, അവിടെ 2 ഷോപ്പിൽ പോയി കൊടുത്തും ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും വാങ്ങിയില്ല. ജസ്റ്റ് കയറി കണ്ടതും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവിടെ വന്നിട്ടാണ് നമ്മൾ വാങ്ങിയത്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അധികം വിലയൊന്നുമില്ല. എന്നാൽ കാരണം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അധികം വിലയില്ല എന്ന്. സാധനം വിലയുണ്ട്, പക്ഷേ എന്താ പറയുക, അപ്പം ഇപ്പം 3 കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻസും. പിന്നെ കളക്ഷൻസ് മറ്റിടത്തുണ്ട്, പക്ഷേ വിലയിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര തൃപ്തിയായി, ആ ഷോപ്പ് ഭയങ്കര തൃപ്തിയായി. പക്ഷേ എനിക്ക് ആകെ 4 ഞാൻ വാങ്ങിയുള്ളൂ. കാരണം വന്നിട്ട് കൂടുതലായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ ഇനിയും വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തൊട്ടടുത്തൊരു ചെരുപ്പ് കട, കാരണം എൻ്റെ ചപ്പൽ എപ്പോൾ പൊട്ടണമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഒരു ജോഡി ചെരുപ്പ്, സാധാരണ ഒരു ചപ്പൽ വാങ്ങി. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് പണ്ടത്തെ ഞങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിക്കുന്ന മറ്റേ കട, ടോയ്സിൻ്റെ. കേരളയല്ല കേട്ടോ ഇത്, ആ ഇട്ടാവട്ടം തന്നെ പോയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ കാരണം പാച്ചു കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ അപ്പാപ്പനെയും മോനെയും വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നത്. അപ്പോൾ ജസ്റ്റ് ആ മറ്റേ ചെടിയുടെ കടയിലൊന്ന് കയറി ഒരു 3 ചെടി കണ്ടതും വേഗം പിക്ക് ചെയ്തു. നമുക്കങ്ങനെ കുറേ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞ് നേരെ ചെരുപ്പ് കട തൊട്ടപ്പുറത്ത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കട, അവിടെ നിന്ന് വാങ്ങി. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കാർ പാർക്കിങ്. അപ്പോൾ നേരെ കാർ പാർക്കിങ്ങിലേക്ക് വിട്ടു. അധികം നേരം തങ്ങിയില്ല. അപ്പോൾ കുട്ടികൾക്ക് അമ്മാമ്മയുടെ വക ഒരേ ഷീറ്റ് മറ്റേ വണ്ടി ഡൈ കാസ്റ്റിൻ്റെ വണ്ടികൾ വാങ്ങിച്ചു 2 പേർക്കും. ചാക്കോച്ചന് ഞാൻ കിച്ചൺ സെറ്റാണ് വാങ്ങിച്ചത് കേട്ടോ. അവരിഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഇവൻ ഒറ്റയ്ക്കുള്ള ഒരു സമയമുണ്ട്, ആ സമയത്ത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്ന് കളിക്കണ കാണുമ്പോൾ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവന് വാങ്ങിയത് അതാണ് കേട്ടോ. അങ്ങനെ ഇതേ കാർ പാർക്കിങ്ങിൽ എത്തിയപ്പോഴേക്കും പാച്ചൂട്ടൻ ഓൾറെഡി ഉണർന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈസ്റ്ററിൻ്റെ അന്ന് ചേച്ചിയുടെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിയ വഴിക്ക് നമുക്ക് വല്യമ്മേരെ അവിടേക്ക് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ യാത്ര നേരെ മരിയാപുരം പള്ളിയിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. അപ്പോൾ മരിയാപുരം പള്ളിയിലേക്ക് പോകുമ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനറിയാം ഇന്ന ആളാണ്. വല്യമ്മയെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ സംസാരത്തിലറിയാം. ഞങ്ങളിങ്ങനെ വല്യമ്മ വലിയ ഡാഡി എന്നൊക്കെ പറയുമ്പോൾ അവന് ആളെ അറിയാം. പിന്നെ എപ്പോഴും നമ്മൾ വരുമ്പോൾ പോണ കാരണം അവനറിയാം. അപ്പോൾ പോണ വഴിയിലാണ് നമ്മുടെ ബേബി സൺ ബേക്കേഴ്സ്. അപ്പോൾ നമ്മൾ വേഗം ബേബി സണ്ണിലൊന്ന് ഇറങ്ങി ഒരേ ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈനുള്ളത് പാർസലും വാങ്ങി ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, കാരണം മിനിയാന്ന് ഡോൺ ഓൾറെഡി എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളിതേ മരിയപുരം പള്ളിയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് ശരിക്കും ചൊവ്വാഴ്ച ലത്തീംപള്ളിയിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡിവൈനും ഡിമ്പിളും, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച തൊട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥയാത്ര എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ അത് ശരിക്കും എടുത്ത് വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ഈ സ്ഥലം, വിശദമായിട്ടുള്ള വിവരവും ഫോൺ നമ്പർ അടക്കം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് പോകണമെങ്കിൽ ആ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് പാച്ചു പറയുന്നത് വല്യമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം മറ്റേ കാറ് എന്ന്. ഒറ്റ വാശിയാണ് വല്യമ്മയ്ക്ക് കാണിക്കണം. അങ്ങനെ 2 കയ്യിൽ 2 കാറും പിടിച്ച് ഞങ്ങൾ വല്യമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചിയുടെ അടുത്തേക്ക് വരുമ്പോൾ
പൂവോ എന്താ പറയുക മെഴുകുതിരിയോ ചന്ദനത്തിരിയോ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് പൂ പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ചെറിയൊരു പൂ പൊട്ടിച്ച് ഞങ്ങളെന്താ പറയുക ചേച്ചിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈസ്റ്ററിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഡാഡി വേറൊരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറയായിരുന്നു 62-ലാണ് ജനനം, 2018 മരണം, 56 വയസ്സാകുമ്പോഴേക്കും ചേച്ചി പോയി. ഇന്നിപ്പോൾ എനിക്ക് 58 വയസ്സായി. അപ്പം ഞാൻ പറയായിരുന്നു ഇത്ര പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തോ ഭയങ്കര സങ്കടമാണ്. എനിക്കറിയില്ല എന്താണെന്ന്. എനിക്ക് തോന്നുന്നു അമ്മച്ചി പോയപ്പോൾ പോലും എനിക്ക് ഇത്രയും സങ്കടം തോന്നിയിട്ടില്ല. കാരണം അമ്മച്ചി എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ടാണ് പോയത്. പക്ഷെ ചേച്ചി പോയത് കുറേ നേരത്തെ ആയില്ലേ എന്ന് തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം കേട്ടോ. എന്നാലും എനിക്കെന്തോ തോന്നിയത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ മരിയാപുരത്തേക്ക് നമ്മുടെ നടത്തറ പള്ളിയിലേക്ക് വന്നു, നമ്മുടെ കെസ് ബേബീനെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ പാച്ചുവിനോട് ചോദിച്ചു, എടാ നിനക്ക് കെസിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും കുർബാനയുടെ സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നു മോൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവനറിയില്ല കേട്ടോ കാര്യം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ കുട്ടി അതുമ്പോൾ ചവിട്ടി നിൽക്കണമെന്ന് പറയും. കുട്ടിക്ക് അറിയില്ല. 3 സ്ലാബിൽ ഒരു സ്ലാബിലുള്ളൂ കെസ് ബേബി. അപ്പോൾ അവന് ഉമ്മം കൊടുക്കുകയാണ്. പിന്നെ അവൻ അങ്ങനെ അറിയാറായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ അവൻ കൂടെ ഇരിക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ പാടില്ല കുട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് എണീപ്പിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചോദിക്കും കെസ് ബേബി നിൻ്റെ ആരാന്ന് ചോദിക്കുമ്പോൾ ബേബി ബ്രദറാന്ന് പറയും കേട്ടോ. അപ്പോൾ എപ്പോഴും വന്ന് പോയി എല്ലാവരെയും അവനറിയാം കറക്റ്റായിട്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയത് പ്രിൻ്റ് ചെയ്ത ഫ്ലെക്സാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അതെന്തോ പറഞ്ഞു പോയപ്പോൾ അവർ ക്ലീൻ ചെയ്തപ്പോൾ ഒക്കെ എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം പുതിയത് വെച്ചതാണ്. അങ്ങനെ ഞങ്ങളിതേ പള്ളിയുടെ അകത്തേക്ക് ഒന്ന് കയറിയതാണ്. ഇപ്പോൾ കുർബാന കഴിഞ്ഞ നേരമായതുകൊണ്ട് നമുക്കൊന്ന് കയറി ഈ രൂപം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ ഉയർപ്പിൻ്റെ രൂപം നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, പള്ളിയിലേക്ക് വേണ്ടി നമ്മൾ കൊടുത്ത രൂപമാണത് കേട്ടോ. അപ്പോൾ ശരിക്കൊന്ന് അന്നൊക്കെ എല്ലാ ദിവസവും നമ്മൾ കുർബാന കഴിഞ്ഞ വഴിക്ക് എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് നമ്മൾ മുത്ത്. അപ്പോൾ ഇതിപ്പോൾ സമാധാനം ഞങ്ങൾ ശവക്കോട്ടയിലും കൂടി പോയി സിംതേരിയിലും കൂടി പോയി വന്ന കാരണം ആളൊഴിഞ്ഞു. അപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് കാണാനും ഒക്കെ പറ്റി. അപ്പോൾ ഞാൻ പറയായിരുന്നു നല്ല രൂപം, നല്ല ഐശ്വര്യമുള്ള രൂപം എന്ന് പറയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം, പിന്നെ വാട്ടർ മെലൺ വാങ്ങിക്കണം. നമ്മുടെ ചാക്കോച്ചനും പാച്ചുമാണ് കേട്ടോ അതിൻ്റെ ആൾക്കാർ. അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. അപ്പോൾ പഴം അത്ര പഴുത്തതുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ കുട്ടികൾക്ക്, അതായത് ഇന്ന് കുട്ടികൾക്ക് അവിടെ തന്നെ ഒരു പാർട്ടി പോലെയൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ അത് ഡിവൈനോ വീഡിയോ ഇടാണ്ടിരിക്കില്ല. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് നാളെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞാനും പാച്ചും വണ്ടിയിൽ ഇരുന്നുള്ളൂ. ഡാഡി മോളും കൂടി ഇറങ്ങി അത് വാങ്ങി തിരിച്ച് കൊണ്ടുവന്ന് പിള്ളേരുടെ കയ്യിൽ കൊടുത്തപ്പോഴത്തെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് വാങ്ങി ഞാൻ അവനെ കണ്ട വഴിക്ക് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ മൂപ്പരുടെ മുഖത്ത് വലിയ തെളിച്ചില്ല. ഒറ്റയടിക്ക് എന്നോട് ചോദിച്ചത് തോമുച്ചേട്ടനില്ലേന്നാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് തന്നെ തോമും എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ പാച്ചുവിനില്ലേന്നാണ് ചോദിക്കുക. ചാക്കോച്ചൻ്റെ കാര്യം ഇവർ രണ്ടുപേരും ഇപ്പോഴും പറയില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ ചാക്കോ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കും ഒരേ കളറാണ് വാങ്ങിച്ചത്. അപ്പോൾ ഡിവൈൻ മാർക്കർ എടുത്തിട്ട് ഒരു സെറ്റുമ്പോൾ മുഴുവൻ ടീന്നും മറ്റു സെറ്റുമ്പോൾ മുഴുവൻ പീന്നും എഴുതി. അതായത് തോമുവിൻ്റെ ടീയും പാച്ചുവിൻ്റെ പീയും ഒരേ കളർ തന്നെ വാങ്ങിച്ചു. കാരണം ഇനിയൊരു തല്ലൂട്ടം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയ ചെടികൾ. കറക്റ്റ് നല്ല ചെടികൾ, എന്താ പറയുക, നല്ല ഒറിജിനൽ ഫീല് തരുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിയുടെ അപ്പുറം വയ്ക്കുന്ന ഓരോന്ന് വാങ്ങിയിട്ടോ. അങ്ങനെ സന്ധ്യയായി. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടോ. സന്ധ്യയായി. അവിടെ എന്താ പറയുക, നമ്മളുടെ വീട് വീണ്ടും ലൈവായി തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്നും കൂടി ഒന്ന് കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു. കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ പാച്ചു പുറത്ത് പോയി വന്നപ്പോൾ ഒരു കുളിയും കാര്യങ്ങളും കഴിഞ്ഞു. ഡിവൈനും എല്ലാം കഴിഞ്ഞിട്ടാണ് താഴേക്ക് വന്നത് കേട്ടോ. അങ്ങനെ പിള്ളേർ കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഈ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പട്ടിക്ക് ഇറച്ചി കൊടുക്കേണ്ട സമയം. അപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കേണ്ട സമയം. അപ്പോൾ ഞാൻ അവർക്ക് അപ്പോഴേക്ക് ഇടിവെട്ടുണ്ട്. പക്ഷേ കാര്യമായി ഒന്നുമില്ല കേട്ടോ. മഴയും പെയ്തില്ല, ഒരു ഗുണം ഉണ്ടായില്ല. ഇടിവെട്ട് കേട്ടിട്ട് ഇവിടെ ചിന്തും കീയും ചവിട്ടും പേടിച്ചു എന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്ത ഒരു സെറ്റ് കമ്മലുകൾ കൊടുക്കാനുള്ളത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുറമേയുള്ള കുട്ടികളുടെ കോണ്ടാക്ട്സും കാര്യങ്ങളും വന്നു തുടങ്ങി സ്റ്റോക്ക് ചെയ്യാനുള്ളത്.
അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് ചെയ്യണം കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വന്നാലും അത് സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പറയുന്ന അഡ്രസ്സിൽ നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വീണ്ടും അങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം കുട്ടികളൊക്കെ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് 1000 നന്ദി, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഫുൾ മറ്റേ ചട്ടയും വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും അതിലിട്ടിട്ടുള്ളതുമല്ല. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളുടെ കയ്യിൽ കമ്മലുകൾ. നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എത്തിക്കാനായിട്ടുള്ള സൗകര്യം കിട്ടണില്ല എന്ന് മാത്രം. അങ്ങനെ ദേ രാത്രിയിൽ നമ്മുടെ ചോറും കഞ്ഞിയും ചെമ്മീനും പിന്നെ നമ്മുടെ എന്തിട്ടാണ് ചീരുപ്പേരിയായിരുന്നു കേട്ടോ. ചീര ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡാഡി ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നു. അന്നാൾ വെച്ച ചക്ക, പച്ച ചക്ക ഉണ്ടായിരുന്നില്ല, അത് പഴുത്തു. നല്ല ചക്ക കേട്ടോ. അപ്പോൾ ചക്കക്കുരു എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നാളെ എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡിവൈൻ്റെ പാത്രങ്ങൾ കഴുകണം. ഓരോരുത്തരും ഓരോ സെക്ഷൻ ജോലിയിൽ ഏർപ്പെട്ടിരിക്കണം. അപ്പോൾ ഡിവൈൻ കുട്ടികളെ കാണാണ്ട് എണ്ണയിട്ടിട്ട് ഒളിച്ച് നിൽക്കുക, ഇവർ പോയിട്ട് സമാധാനത്തിൽ ചെല്ലാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർ കണ്ടുപിടിച്ചു അമ്മേനെ കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ പിള്ളേർസിൻ്റെ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പോകുമ്പോൾ പാൽ ഓൾറെഡി കൊടുത്തിട്ടാണ് പോയത്. അതെന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രീസറിൽ വെച്ച പാല് 2 ദിവസം കറണ്ടില്ലാണ്ട് വന്നപ്പോൾ നമുക്കതെടുത്ത് കാച്ചാനായിട്ടൊരു മടി. ഒരു പാക്കറ്റ് കാച്ചി വഴിക്ക് പിരിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കാച്ചാൻ നിന്നില്ല, നേരെ അത് മറ്റേ എന്താ പറയുക ഐസൊന്ന് മാറ്റി പാലാക്കിയിട്ട് അവർക്ക് വെച്ച് കൊടുക്കുക ചെയ്തേട്ടോ. അപ്പോൾ പിന്നെ അവർക്കത് കുടിക്കാമല്ലോ. എന്നാലും ചെറുതായിട്ടിങ്ങനെ കട്ട പിരിയണോ വേണ്ടേ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു അത്. അതുപോലെ ഗുഡ് ലൈഫ് വരെ ചീത്തയായി പോയിട്ടോ. എന്നാലും സാരമില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് അത്ര നാശനഷ്ടമല്ലേ വന്നുള്ളൂ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും ഡിംപിളും ഡിവൈനും കുറേ നേരം അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അപ്പാപ്പൻ്റെ അടുത്ത് കിടന്ന് മോൻ ഉറങ്ങി. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് കാപ്പി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡിവൈൻ ഓൾറെഡി കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഡിംപിൾ എന്തോ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിംപിൾ പറഞ്ഞു, മമ്മി കാപ്പി വെക്കണമെങ്കിൽ എനിക്കും കൂടി ഒരു ഗ്ലാസ് വെക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഡിംപിളിനും കൂടി എക്സ്ട്രാ കാപ്പി വെച്ച് ഞാൻ എന്താ പറയുക, ആദ്യം ഡിംപിൾ കിടന്നു. പിന്നെ ഞാൻ നമ്മുടെ പണിയുണ്ടല്ലോ, വോയിസ് ഓവർ കൊടുക്കണ പണി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇരുന്നത്. അപ്പോൾ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. ചില സാധനങ്ങൾ നമ്മൾ അറിയില്ല, വാങ്ങിക്കഴിഞ്ഞാലും അതിനോടൊരു ഭയങ്കര ഇഷ്ടമെന്ന്. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇഷ്ടം അവിടെ നിൽക്കും. പക്ഷേ ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കല്ല, ഡിംപിളിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതും അതെ. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഒറിജിനൽ വെല്ലുന്ന സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയായിരുന്നു ഡിംപിളിനോട്, വെറുതെ കുറേ ചെടി വാങ്ങി ആ സമയം വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വാങ്ങിച്ചെങ്കിൽ അത് അവിടെ ഇരുന്നതിൻ്റെ ഭംഗിയിൽ ഇടയ്ക്കൊന്ന് കഴുകിയാൽ മതിയായിരുന്നു എന്ന്. കാരണം വാടുന്നുള്ള പേടിയൊന്നുമില്ല. അത്രയും അത്രയും ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ ഓരോ ചെടികൾക്കും. ഇഷ്ടം പോലെ ഉണ്ട്, ആ ഷോപ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഗിഫ്റ്റ് വന്ന സാധനമാണ്. അതും ഏറ്റവും നല്ല സാധനമാണ്. അങ്ങനെ എന്താ പറയുക, സന്ധ്യ അല്ലല്ലോ, കിടക്കാറായി. എനിക്ക് സന്ധ്യയുടെ നേരമുള്ളൂ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇന്ന് കിടക്കായി. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ചെടി പറിക്കുക, നടുക എന്നുള്ള കാര്യം. അങ്ങനെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധാരണ നിങ്ങൾ കൊന്തയുടെ കുരിശല്ലേ കാണാറ്, ഇന്ന് തൊട്ട് നിങ്ങൾ മാലാഖ കുട്ടിയെ കാണും കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.